ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചിക്കൻ കൊണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചെറിയ ബൗൾ ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വറ്റൽമുളകാണ് ഉള്ളത്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ തയ്യാറാക്കാൻ പോകുന്നത് ചട്ടിയിലാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഏകദേശം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കളറിന് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ചിക്കൻ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വരണം. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്